Instead of taxing our citizens to enrich other countries, we will tariff and tax foreign countries to enrich our citizens. ട്രംപ് ഈ പറഞ്ഞത് ചൈനയെ ലക്ഷ്യമിട്ടാണ്. അമേരിക്കൻ വിപണിയുടെ 60%-ലേറെ ചൈനീസ് ഉൽപ്പന്നങ്ങളോ ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളോ ആണ്. ഇവയ്ക്ക് വമ്പൻ നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രേഡ് താരിഫ് കൊണ്ട് ട്രംപ് ലക്ഷ്യമിടുന്നത്. ചുരുക്കത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണി അവർക്ക് ചെലവേറിയതാകും. സംഗതി ചൈനയെ ലക്ഷ്യമിട്ടല്ലേ എന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ. ഇത് രണ്ടു രീതിയിൽ ഇന്ത്യയെ ബാധിക്കും. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മറ്റൊരു വലിയ വിപണിയാണ് ഇന്ത്യ. അമേരിക്കൻ വിപണിയിൽ ഇടം കിട്ടാതെ വരുന്നതോടെ ചൈന ഇന്ത്യൻ വിപണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയും ചൈന വിരുദ്ധ നയം പിന്തുടരുന്നതുകൊണ്ട് ആസിയാൻ കരാറിൻ്റെ മറവിൽ മറ്റ് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ വഴിയാകും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുക. ഇത് ഇന്ത്യൻ ആഭ്യന്തര വിപണിയെ പ്രതിസന്ധിയിലാക്കിയേക്കും. മാത്രമല്ല, ഏഷ്യൻ വിപണിയുടെ നട്ടെല്ല് നിലവിൽ ചൈനയാണ്. ചൈനയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനുള്ള ട്രംപിൻ്റെ നീക്കം ഏഷ്യയെ അപ്പാടെ ബാധിക്കുകയും അതിൻ്റെ അനുരണനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യും. മറ്റൊരാശങ്ക അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനമാണ്. ഇന്ത്യക്കാർ ഏറെയും ശരിയായ വിസ നടപടികളിലൂടെ എത്തിയതായതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇന്ത്യക്കാർക്ക് ഉണ്ടാകില്ല. ആകെയുള്ള പ്രശ്നം കുടിയേറ്റക്കാർ പോകുന്നതോടെ അമേരിക്കയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ആളെ കിട്ടണമെങ്കിൽ ചെലവേറുമെന്നതാണ്. ഇത് ഇന്ത്യൻ നിക്ഷേപകർക്കും അമേരിക്കയിലെ ഇന്ത്യൻ കമ്പനികൾക്കും തലവേദനയാകും. മൂന്നാമത്തേത് നയതന്ത്ര ഇടപെടലാണ്. ചൈന വിരുദ്ധ നയം പിന്തുടരുന്ന ട്രംപ് അക്കാര്യത്തിൽ ഇന്ത്യയെ ഒരു സാധ്യതയായി കാണുന്നുമുണ്ട്. ഇന്ത്യയെ ചൈനയുടെ ഫസ്റ്റ് ഡിഫൻസ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് അതാണ് ക്വാഡ് എന്ന് പറഞ്ഞൊരു സംഘടന സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഇന്ത്യ, US, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ. ഇതെല്ലാം ജനാധിപത്യ രാജ്യങ്ങളാണ്. അപ്പോൾ ക്വാഡ് നമ്മളൊരു മിലിറ്ററി അലയൻസായി കണക്കാക്കുന്നില്ലെങ്കിൽ പോലും അമേരിക്കയുടെ ഉദ്ദേശം ക്വാഡിനെ ശക്തിപ്പെടുത്തുകയും അങ്ങനെ ചൈനയുടെ ആക്രമണം എന്തെങ്കിലും ഉണ്ടായാൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ആശയമാണ് അവരുടെ മനസ്സിലുള്ളത്. ഏതായാലും ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയോടുള്ള കരുതൽ തീരെയില്ലാതെ പോകില്ല. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ഇന്നലെ ക്യാപിറ്റോൾ ഹാളിൽ ഉണ്ടായിരുന്നു. കൂടാതെ അംബാനി ദമ്പതികളടക്കം ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ വ്യവസായികളും. തുടർന്ന് അങ്ങോട്ട് ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങൾ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും കരുതിക്കൊണ്ടുള്ളതാകുമെന്ന പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.